നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ ആയിക്കഴിഞ്ഞിരിക്കുന്നു കേരളം. ഏപ്രിൽ മാസം ആദ്യവാരത്തോടു കൂടി തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടലുകൾ. കേരളത്തിൽ ഇക്കുറി ഭരണം പിടിക്കാനുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് UDF. മൂന്നാം തവണയും അധികാരം നിലനിർത്താനുള്ള പരിശ്രമത്തിൽ LDF മുന്നോട്ട് പോകുമ്പോൾ ഇക്കുറി 2026 അട്ടിമറി പ്രതീക്ഷിക്കുകയാണ് കേരളത്തിൽ BJP. 10 മുതൽ 30 സീറ്റ് വരെ BJP നേതൃത്വം പിടിച്ചെടുക്കുമെന്ന് BJP കണക്ക് കൂട്ടുന്നു. എന്നാൽ 10 സീറ്റുകൾ BJPക്ക് നിഷ്പ്രയാസം പിടിച്ചെടുക്കാനാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ തന്നെ കണക്കാക്കുന്നത്. 25% വോട്ട് നേട്ടമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വോട്ടുകൾ BJPക്ക് കേരളത്തിൽ സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയപ്പോഴാകട്ടെ 5% വോട്ട് നഷ്ടം BJPക്ക് ഉണ്ടായി. ഇത് പരിഹരിച്ചുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25% വോട്ടുകൾ നേടാനും കേരളത്തിൽ 10 സീറ്റുകളിൽ വെന്നിക്കൊടി പാറിക്കാനുമാണ് BJPയുടെ തീരുമാനം. BJP അതിനനുസരിച്ചുള്ള നിലപാടുകളും നീക്കങ്ങളും തന്നെയാണ് നടത്തുന്നത്. വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നേമം, കഴക്കൂട്ടം, കാട്ടാക്കട, വട്ടിയൂർക്കാവ്, കായംകുളം, ചെങ്ങന്നൂർ, അതുപോലെ പാലക്കാട്, അതുപോലെ കോഴിക്കോട് ഒരു സീറ്റ്, മഞ്ചേശ്വരം, കാസർഗോഡ് തുടങ്ങി തൃശ്ശൂരിൽ 2 സീറ്റുകൾ, അങ്ങനെ ഏകദേശം 10 മുതൽ 30 വരെ സീറ്റുകളിൽ BJP വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 35,000-ലധികം വോട്ടുകൾ നേടിയ ഏകദേശം 30ഓളം മണ്ഡലങ്ങൾ കേരളത്തിൽ BJPക്കുണ്ട്. ഈ 30ഓളം മണ്ഡലങ്ങളിൽ വിജയിക്കാനായില്ലെങ്കിൽ കൂടി 19 സീറ്റുകളിലെങ്കിലും കടുത്ത ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട് എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ആര് വിജയിക്കണമെന്ന് ഈ മണ്ഡലങ്ങളിൽ BJPക്ക് നിശ്ചയിക്കാൻ കഴിയും. LDF വിജയിക്കണമോ അതോ UDF വിജയിക്കണമോ? കേരളത്തിൽ BJPക്ക് 30,000-ഓളം അടിസ്ഥാന വോട്ടുകളുള്ള 36-ലധികം മണ്ഡലങ്ങളുണ്ട് എന്നുള്ളത് BJPയുടെ കേരളത്തിലെ ശക്തിയെ തന്നെയാണ് കാണിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് നേട്ടമുണ്ടാക്കി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് 30% വോട്ടുകൾ BJP കേരളത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. 25% വോട്ട് നേട്ടം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. കേരളത്തിലെ 10 മുതൽ 20 വരെ മണ്ഡലങ്ങളിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ 25% വോട്ടുകൾ തന്നെയാകും. അത്തരത്തിൽ കേരളത്തിലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാകാനുള്ള നീക്കത്തിൽ തന്നെയാണ് BJP. പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള പാർട്ടികളുമായി ചെറിയ നീക്കുപോക്കുകൾക്കും അതുപോലെ തന്നെ പ്രാദേശിക നേതൃത്വങ്ങളുമായി വലിയ ഇടപാടുകൾക്കുമൊക്കെ BJP ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൽ 30 സീറ്റുകൾ അല്ലെങ്കിൽ 35 സീറ്റുകൾ വിജയിക്കാൻ കഴിയുമെന്നുള്ളത് അമിതമായ ആത്മവിശ്വാസമാണെന്ന് BJPക്ക് തന്നെ അറിയാം. എന്നാൽ 10 സീറ്റുകളിലെങ്കിലും ഇക്കുറി വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വരുന്ന 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേരളത്തിൽ അധികാരം പിടിക്കാനാകില്ല എന്ന് തന്നെയാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. ഇക്കുറി 10 മുതൽ 12 വരെ നിയമസഭാ സീറ്റുകളിൽ വിജയിക്കുക എന്നുള്ളതാണ് BJPയുടെ ഏറ്റവും വലിയ ലക്ഷ്യം.